എന്ന് വിളിച്ചോ, യാ ഗൗസുൽ എന്ന് വിളിച്ചോ. അല്ലാഹു പറയാ വലാത്തതു വിളിക്കരുതേ. സമൂഹമേ അല്ലാഹു പറയാ വിളിക്കരുതേ. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. വേണ്ടവന് സ്വീകരിക്കാം, വേണ്ടവന് മാറ്റിവെക്കാം. ഇവിടെ ആരും നിർബന്ധിപ്പിക്കണില്ല. ഇതൊരു ഉത്തരവാദിത്വ നിർവഹണം മാത്രം, അത്രേ ഉള്ളൂ. അല്ലാഹു പറയാ വലാത്തതു വിളിക്കരുതേ. വിളിയല്ലേ അല്ലാഹു പറയാ വിളിക്കരുതേ. കേൾക്കൂ, ആലോചിച്ചോളി നിങ്ങൾ. ഞാൻ പച്ചമലയാളത്തൊരു കാര്യം പറഞ്ഞു തരട്ടെ. കോഴിക്കോട്, ആരും ദേഷ്യപ്പെടരുത്, വെറുക്കരുത്, മനസ്സിലാക്കാൻ വേണ്ടി പറയാം. കോഴിക്കോട് അല്ലെങ്കിൽ കാന്തപുരം, പിന്നെ അങ്ങനെ ആ ഭാഗത്തൊക്കെ ഇപ്പൊ ചില ആൾക്കാർ ജീവിച്ചിരിക്കണ്ടല്ലോ. മരിച്ചു കഴിഞ്ഞാൽ ഏതായാലും കബർ പൊന്തുന്ന ഉറപ്പുള്ളേ, പൊന്തും. കാരണം എന്താ വെച്ചാൽ ഒന്നും അല്ലാത്ത കുപ്പസ്വാമിന്റെ പൊന്തിച്ച ആൾക്കാരാ. കൊല്ലം ജില്ലയിൽ ഓച്ചിറയിൽ കുപ്പസ്വാമിന്റെ കബർ കെട്ടിപ്പൊതിച്ചിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ കാന്തപുരം പോയിട്ടുണ്ട്. ശരി, അപ്പൊ കാന്തപുരം ഉസ്താദ് മരിച്ച ഏതായാലും കെട്ടിപ്പൊന്തിക്കുമല്ലോ. നിങ്ങൾ മരിക്കണ്ട, ഇപ്പൊ വിളിക്കും. ഔലിയാക്കന്മാര് കേൾക്കും, ഉത്തരം കിട്ടും. അതിനാണ് ഇപ്പൊ പോണത്, നേർച്ച നേരുന്നത്. ഇപ്പൊ വിളിക്കും. ഫോണില്ലാണ്ട്, ഫോണായ കാര്യകാര ബന്ധത്തിനകത്തായി, അതും പഠിച്ചോളി. ഫോണില്ലെങ്കിൽ കാര്യകാര ബന്ധത്തിന് അപ്പുറമാവും, കാരണം കുറച്ച് ദൂരത്താ. ഇവിടെ നിന്ന് വിളിച്ചിട്ട് ഷെയ്ഖ് അബൂബക്കർ കാന്തപുരം കേട്ടു എന്ന് പറയട്ടെ, കേട്ടു എന്ന് പറയട്ടെ. കുറച്ചൊക്കെ ആലോചിക്കണ്ടേ. ഒരു പെരക്ക് വേണ്ടി നമ്മൾ ACC വാങ്ങിയാൽ നാട്ടുകാർ പറയാം എന്തിനാണ് ACC വാങ്ങിയത്, അപ്പോൾ കുറച്ചുകൂടെയൊക്കെ നല്ലത് മലബാറല്ലേ. എന്നാൽ ഞാൻ വണ്ടിക്കായി പോയാലും വേണ്ടില്ല എന്ന് കരുതിയിട്ട് ACC തിരിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ട് മലബാർ സിമെന്റ് വാങ്ങിക്കൊണ്ടുവരും. അരശു വേണോ, ACC വേണോ, മലബാർ വേണോ, ചെറ്റിനാട് വേണോ, ഇതൊക്കെ ആലോചിച്ചിട്ട് വാങ്ങലുള്ളൂ. ഇത് പരലോകത്തിന്റെ കാര്യമാണ്, ആലോചിച്ചോളി. ഇപ്പൊ വിളിക്കുക ഷെയ്ഖ് അബൂബക്കർ കാന്തപുരം കേട്ടു എന്ന് പറയട്ടെ, കേട്ടു എന്ന് പറയട്ടെ. എന്നിട്ട് ആ മനുഷ്യൻ ഇപ്പൊ കേൾക്കൂലെന്നുണ്ടെങ്കിൽ മരിച്ചിട്ട് നിങ്ങൾ വിളിച്ചാൽ കേൾക്കുന്ന് പറയണമെങ്കിൽ ഇതെന്താ കുറുന്തോട്ടി വേറെ ഉണങ്ങുന്നോടത്തോളം ശക്തി കൂടാൻ? കുറുന്തോട്ടിക്കാണ് അങ്ങനെ ഉണങ്ങിയ ബലം കൂടുന്ന. ഇത് മരിച്ച പവർ കൂടുക. ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കും, എന്റെ അസുഖം മാറ്റി തരണമേ, വിസ ശരിയാക്കി തരണമേ, കിട്ടിയ വിസക്ക് ജോലി തരണമേ, കിട്ടിയ ജോലിക്ക് ശമ്പളം തരണം, അതൊക്കെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. ഒന്ന് പ്രാർത്ഥിച്ചാണ്. എന്താ മക്കളെ ഇത്? ഇതൊക്കെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധി വേണോ? അള്ളാന്റെ പടപ്പുകളായ നമ്മൾ, അള്ള തരുന്ന നിയമത്തിന് നമ്മൾ ആ അള്ളാഹ്ക്കുള്ള നിയമത്ത് നന്ദി പലയിടത്തും തിരിച്ചുവിട്ട എന്തൊരു അപകടമാണ്. അള്ളാഹ് പറയാ ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാത്തവയെ നീ വിളിച്ച് പ്രാർത്ഥിക്കല്ല. അങ്ങനെ നീ ചെയ്താൽ നീ പിന്നെ അക്രമികളിൽ പെട്ടുപോകും. അപ്പൊ ഇതെങ്ങനെ പറഞ്ഞപ്പ മൂപ്പർക്ക് ഒരു ഇടങ്ങറ്. ഫുതൂഹുൽ ഗൈബിൽ അത് മാത്രല്ല, അത് കൊടുത്തു കഴിയുമെന്ന് ചോദിക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല. മാത്രവുമല്ല ശൈഖ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അന ഖുതുബുൽ അഖ്താബിൽ വജൂദി ഹഖീഖതൻ അലാ സായിരിൽ അഖ്താബി ഖൗലി വഹുറുമതി തവസ്സൽ ബിനാ ഫീ കുല്ലി ഹൗലിൻ വശിദ്ദത്തിൻ ഉഗീസുക ഫിൽ അശ്യാഇ തുറം ബിഹിമ്മതി എന്ന് ശൈഖ് പറഞ്ഞിട്ടില്ലേ? അത് ഫുതൂഹുൽ ഗൈബിലില്ലേ? ആര്? തങ്ങൾ ചോദിക്കുക. ഫുതൂഹുൽ ഗൈബിൽ ഉണ്ട്, പക്ഷെ ഷെയ്ഖ് പറഞ്ഞതല്ല. അതറിയാലോ മുസ്ലിയാരെ നിങ്ങൾക്ക്. പിന്നെ എന്തിനാ മറച്ചു വെക്കണത്? മുഹദ്ദിസ് ഷെയ്ഖിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട് പറയുന്ന പദ്യത്തിൽപ്പെട്ടത്. ഞാൻ കുത്തുബാണ്, എന്നെ കൊണ്ട് തവസ്സുലാക്കിക്കോ, പ്രയാസം വരുമ്പോ ചോദിച്ചോ എന്ന് പറയുന്ന ഷെയ്ഖിന്റെ ആ വരികൾ ഷെയ്ഖിന്റെ വരിയല്ല. സമർത്ഥിക്കാൻ കഴിയും നിങ്ങൾക്ക്? ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ ആൺകുട്ടികളുണ്ടോ, ചോറ് തിന്നുന്നവരുണ്ടോ, ഉമ്മ പെറ്റവരുണ്ടോ, മുലപ്പാൽ കുടിക്കുന്നവരും ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഞാൻ വേറെ നാട്ടുകാരനാ, അത് ഞാൻ ചോദിക്കൂല. നിങ്ങൾ സമർത്ഥിക്കാൻ കഴിയും നിങ്ങൾക്ക്? ഇത് മുഹദ്ദിസ് ഷെയ്ഖ് പറഞ്ഞതാണ്, മുഹദ്ദിസ് ഷെയ്ഖിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ടതാണ്. അങ്ങനെ ഷെയ്ഖിന്റെ പേരിൽ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാടുണ്ടല്ലോ. അതൊക്കെ ഷെയ്ഖിനെ കുറ്റം പറയാൻ പറ്റുമോ? എന്നെ പീഡിച്ചവര് ഏതും പേടിക്കണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലം നോവർ, എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനും നീശം നോവർ. എന്റെ തരീഖത്ത് കൂടെ ഒന്നും പേടിക്കണ്ട, അവന് ഞാൻ കാത്തോളാം എന്ന് ശൈഖ് പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? പറഞ്ഞിട്ടില്ല, പറയൂല, അത് കഴിയൂല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളോട് പറയാ, മോളെ ഫാത്തിമ ദുനിയാവിന്റെ എന്ത് വേണമോ ചോദിച്ചോളൂ, നൽകാം, തരാം. പക്ഷേ റബ്ബിന്റെ കോടതിയിൽ ഒന്നും തരാനാവൂല, ചെയ്യാനാവൂല. ഇവിടെയോ ഷെയ്ഖ് പറയും എന്നെ കൊണ്ടാകും. ഇത് ഷെയ്ഖിന്റെ പേരിൽ കളവ്. അങ്ങനത്തെ ഒരു കളവാണ് ആ പിന്നെ ഫുതൂഹുൽ ഗൈബിലും വന്നത്. പിന്നെയോ മുരീദി തമസ്സകു ബി വകുൻബി വാസിഖ ഫഹമക ഫി ദുനിയ വയൗമൽ ഖിയാമത്തി.
മുരീദേ എന്നെ മുറുകെ പിടിച്ചോ, ഞാൻ നിന്നെ സഹായിക്കാം, രക്ഷിക്കാം ഇഹലോകത്തും പരലോകത്തും എന്നൊക്കെ പറയുന്ന ആ വരികൾ ഷെയ്ഖിനെ കുറിച്ച് കെട്ടിയുണ്ടാക്കപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ പല കളവുണ്ട്. അതിൽപ്പെട്ട പോലെ ഒരു കളവാണ് ഫുയൂലാത്തിലും വന്നിട്ടുള്ളത്. ഇനിയോ കേട്ടോ, മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ പറ്റി പറയാണ്. ഇങ്ങനെ ഷെയ്ഖ് ഒരിക്കലും പറയൂല. എന്താ സംഭവം? അനൽ വാഹിദുൽ ഫർദുൽ കബീറു ബിദാതിഹി അനൽ വാഹിദു അനൽ വാസിഫുൽ മൗസൂഫു ശൈഖ ത്വരീഖതി വമാ ഖുൽതു ഹത്താ ഖീല ലീ ഖുൽ വലാ തഖഫ് ഫഅൻത വലിയി ഫീ മഖാമിൽ വിലായതി. സത്യവിശ്വാസികളെ കേട്ടോ, നമ്മളെ കൊണ്ട് ഉസ്താദുമാർ ചൊല്ലിപ്പിക്കുന്ന സംഗതിയാണിത്. എന്താ പറയണത്? അനൽ വാഹിദു, ഞാൻ ഏകനാ, അൽ ഫർദു, ഞാൻ ഒറ്റക്കുള്ളവനാ, അൽ കബീറു, ഞാൻ ഉന്നതനും മഹാനുമാ, ബിദാത്തിഹി, ഞാൻ സ്വയം നിലനിൽക്കുന്നവനാ. ആര്? മുഹ്യിദ്ദീൻ ഷെയ്ഖ്. അദ്ദേഹം ഒരു മനുഷ്യനാ മക്കളെ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്നിട്ട് റബ്ബ് പറയാ സൂറത്തുൽ ശൂറ 11-ാമത്തെ ആയത്ത്. എന്താ പറയുന്നത്? ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലെ ഒന്നും തന്നെയല്ല. ഈ വിശ്വാസം പഠിച്ച് നമ്മളെ കൊണ്ട് ഉസ്താദുമാർ ചൊല്ലിക്കാണെന്ന് അനൽ വാഹിദുൽ ഫർദുൽ കബീറു ബിദാതിഹി അനൽ വാസിഫുൽ മൗസൂഫു ശൈഖ ത്വരീഖതി. ഇത് പറയുമ്പോൾ ആർക്കും പുളിക്കും, ഒരടങ്ങറുണ്ടാവും. ഏതിയൊരു അടങ്ങറുണ്ട്. അപ്പൊ അവൻ പറയാ എന്നോട് റബ്ബ് പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞതാണ്, നിങ്ങൾ ആരും പേടിക്കേണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് എഴുതിയതാണ്. എന്താ ഇപ്പൊ പറയുന്നത്? അങ്ങോട്ട് പറയാൻ എന്തെങ്കിലുമൊക്കെ. എന്നിട്ട് ഷെയ്ഖിനെ കുറിച്ച് എന്തൊക്കെയാ പിന്നെ പറയുന്നത്? കടലിലെ തിരമാലകൾ എനിക്കറിയാം, ഭൂമിയിൽ നിന്ന് മുളക്കുന്ന ചെടികൾ എത്രയുണ്ടെന്ന് എനിക്കറിയാം. അള്ളാന്റെ ഇൽമ എനിക്കുണ്ട്, അള്ളാന്റെ അറിവെനിക്കുണ്ട്. മരുഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ടെന്ന് എനിക്കറിയാം. എന്തൊക്കെ നുണയാ ഷെയ്ഖിനെ പറ്റി പറഞ്ഞത്. അതേപോലത്തെ ഒരു നുണയാണ് കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മൾ തങ്ങൾ എന്ന് പറഞ്ഞ് ഷെയ്ഖ് പറഞ്ഞിട്ടില്ല ആ ശിർക്കിന്റെ വരികൾ. പിന്നെ ഉപരി പറയാ, ഞങ്ങൾ മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ ശ്രീ ശങ്കരാചാര്യരുടെ ആളാക്കി. ഞങ്ങൾ അങ്ങനെ ആക്കിയിട്ടില്ല. പക്ഷെ നിങ്ങൾ മാലയിൽ അവതരിപ്പിച്ച ഷെയ്ഖ് ഒറിജിനൽ ഷെയ്ഖ് അല്ല. ഒറിജിനൽ ഷെയ്ഖിന്റെ സ്വഭാവം അല്ല മാലയിലുള്ളത്. മാലയിലെ ഷെയ്ഖ് ക്രൂരനാ. മാലയിലെ ഷെയ്ഖ് അള്ളാഹുടെ ധിക്കാരം പറയുന്ന വ്യക്തിയാ. മാലയിലെ ഷെയ്ഖ് കാഫിറായ ഒരാളെ കുറിച്ച് വലിയാക്കിയവനാ. മാലയുള്ള ഷെയ്ഖ് പറന്നു പോകുന്ന വലിയനെ കുറിച്ച് പെരന്റെ മുമ്പിൽ കെട്ടിട്ടാണ്. ഇതൊക്കെ മുഹ്യിദ്ദീൻ സാധനത്തിലുണ്ട്. നേരത്തെ ഫത്വൽ ബാരികൾ കണ്ടില്ലേ? അതിലുണ്ട്. എനിക്കിപ്പോ ഞാൻ കടക്കുന്നില്ല. അപ്പൊ നിങ്ങൾ മാലയിൽ പരിചയപ്പെടുത്തുന്ന ഷെയ്ഖ് അതെന്താണ്? അതൊരു വഹദത്തുൽ വുജൂദിന്റെ ഷെയ്ഖാണ്. അത് ഒന്നേ ഉള്ളൂ എന്ന ലോകത്തിന്റെ മറ്റൊരു സൂഫിസം പഠിപ്പിക്കുക. അത് ശങ്കരാചാര്യരുടെ യാതൊന്ന് കാണുവത് നാരായണ പ്രതിമ, യാതൊന്ന് കേൾക്കുവത് നാരായണ ശ്രുതിമ, യാതൊന്ന് ചൊല്ലുവത് നാരായണായ നമ. എന്തു ചൊല്ലിയാലും എല്ലാം നാരായണ. അത് വേറൊരു വിഷയമാണ്. അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ ഷെയ്ഖിനെ പരിചയപ്പെടുത്തുന്നുമുണ്ട്. അത് ശരിയല്ല എന്നാ പറഞ്ഞത്. പിന്നെ മുസ്ലിയാർ പറയാ, അള്ളാഹു അല്ലാത്തവരോടുള്ള തേട്ടത്തിന് ഇതാ ഒരുപാട് തെളിവുകളുണ്ട്. ഒരു തെളിവ് 2-3 തെളിവ് കൊണ്ടുവരണം. തെളിവിലേക്ക് ഇൻഷാ അല്ലാഹ് വേഗം കടന്ന് നമുക്ക് മുന്നോട്ട് പോകാം. അതിന്റെ മുമ്പേ ഒരു കാര്യം പഠിച്ചോളി. അതിന് മുമ്പ് ഒരു കാര്യം പഠിക്കാം. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ ഒരു തെളിവ് കൊണ്ടുവരാണ് ഉസ്താദ്. എന്നാൽ അള്ളാഹ് പറയുന്നത് ആദ്യം കേട്ടോളൂ. എന്റെ റബ്ബിദാ ഹറാമാക്കിയിരിക്കുന്നു എല്ലാ തിന്മകളും. അള്ളാഹുവിൽ പങ്കുചേർക്കലും ഹറാമാക്കിയിരിക്കുന്നു. മാലം യുനസിൽ ബിഹി സുൽത്താന, അതിന് അള്ളാഹ് തെളിവിറക്കിയിട്ടില്ല. അള്ളാഹ് തെളിവിറക്കിയിട്ടില്ലാത്ത വിഷയമാണ് അള്ളയല്ലാത്തവരോട് ചോദിക്കൽ, ദുആ ചെയ്യൽ. അപ്പൊ ഉസ്താദ് തെളിവുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹ് പറയുന്ന ധിക്കാരമാണത്. അങ്ങനെ തെളിവുണ്ടാവൂല. അപ്പൊ ഒന്നുകിൽ ദുർവ്യാഖ്യാനമായിരിക്കും, ഹദീസാണോ ദഈഫായിരിക്കും, ആയത്താണോ ദുർവ്യാഖ്യാനമായിരിക്കും. അള്ളാഹ് പറയാൻ തെളിവില്ല. ഒരായത്ത് കൂടി കേട്ടോ. അതുജാദിലൂനനി, നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണോ? ഫി അസ്മാഇം, ചില നാമങ്ങളെ കുറിച്ച്. സമ്മയ്തുമൂഹാ അൻതും ആബാഉക്കും, ആ നാമങ്ങൾ നിങ്ങൾ ഇട്ടതാ. അഖ്താബുകള്, അബ്ദാലുകള്, ഗൗസ്,
സയ്യിദുസ് ശുഹദാ, സുൽത്താനുൽ ആരിഫീൻ, അഖയാറുകൾ, നുജബാക്കൾ, ലുഖബാക്കൾ, നിങ്ങളിട്ട പല പേരുകളുണ്ട്, പണ്ടുണ്ടായിരുന്ന പല പേരുകളൊക്കെ. ഈ പേരുകൾ നിങ്ങളിട്ടതാണ്. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അല്ലാഹു തെളിവിറക്കിയിട്ടില്ല. ഇന്നിയ ഇല്ല അസ്മാഉൻ സമ്മൈതുമൂഹാ അൻതും ആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. എത്ര ആയത്താ. അല്ലാഹു തആല തെളിവിറക്കിയിട്ടില്ലാത്ത നിങ്ങൾ ചെയ്യുന്ന ശിർക്ക്. ഉസ്താദ് പറ തെളിവുണ്ട്, പിടിച്ചോ തെളിവ്. എന്താ തെളിവ്? 1 ലൈൻ ഖാമ അലാ ഖബരി, ഈസാ നബി വന്ന ശേഷം എന്റെ ഖബറിങ്കിൽ വരും, മുഹമ്മദ് നബിയുടെ ഖബറിങ്കിൽ. എന്നിട്ടോ ആ ഖബറിൽ വന്നിട്ട് പറയും, യാ മുഹമ്മദ് ലഉജീബന്നഹു, യാ മുഹമ്മദ് എന്ന് വിളിക്കും, അപ്പോൾ ഞാൻ ഉത്തരം കൊടുക്കും. മനസ്സിലായിക്കോളും, ഇത് ഒരു ഇസ്തിഗാസയല്ല, സഹായതേട്ടമല്ല, പ്രാർത്ഥനയല്ല. ഈസാ നബിയും പ്രവാചകൻ, മുഹമ്മദ് നബിയും പ്രവാചകൻ, 2 പ്രവാചകന്മാർ തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണം. എന്താ സംഗതി അറിയോ? അവിടെ ഒരു പശ്ചാത്തലം ഉണ്ടതിന്. ഈസാ നബി വന്നാൽ മുഹമ്മദ് നബിയുടെ മില്ലത്ത് അനുസരിച്ചുകൊണ്ട് വിധികൾ നടപ്പിലാക്കുന്ന ആ മില്ലത്ത് എവിടുന്ന് കിട്ടും? അവിടെ ആ പണ്ഡിതന്മാർ ചർച്ച നടത്തിയത്. അല്ലാഹു വഹയിലൂടെ അറിയിക്കുമോ, അതോ അന്നത്തെ വിശ്വാസികൾ പറഞ്ഞു കൊടുക്കുമോ, അതോ മുഹമ്മദ് നബിയുടെ ഖബറിൽ പോയി നിന്ന് മുഹമ്മദ് നബിയോട് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ മുഹമ്മദ് നബി പറഞ്ഞു കൊടുക്കുമോ? ഇതാ ചർച്ച. എന്നിട്ട് ഇത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾക്ക് ഇന്ന് മരിച്ചുപോയവരോട് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവുണ്ടാക്കുന്നത്. ഈസാ നബി പ്രവാചകനാ, മുഹമ്മദ് നബിയും പ്രവാചകനാ. മുഹമ്മദ് നബി മെഹറാജ് പോയപ്പോൾ എത്ര നബിമാരോട് സംസാരിച്ചു? അത് ദുആ ചെയ്യാൻ തെളിവാ. ഇനി അത് മാത്രമല്ല, ഈസാ നബിന്റെ ജനനം തന്നെ തെളിവ്, ഒരു മോചിതത്താ അല്ലേ? പിതാവില്ലാതെ ജനിച്ചു, വളർന്നു, ഉയർത്തി, അതും മോചിതത്താണ്. വരുന്നു, അതും മോചിതത്താണ്. പിന്നെ അവിടെ ചെല്ലുന്നു ഖബറിങ്കെ, അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ അത് മോചിതത്തിന്റെ ഭാഗമായി ഒരു പ്രവാചകൻ ചെയ്യുന്ന കാര്യമാണ്. ഇനി ഇത് ചോദിക്കട്ടെ, അത് കണ്ടിട്ട് അന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ആളുകൾ അവരൊക്കെ റസൂലല്ലാഹ് എന്ന് വിളിക്കുന്നുണ്ടോ? ഇല്ല. ഈ ലഉജീബന്നഹു, ഞാൻ ഉത്തരം കൊടുക്കുന്നു പറഞ്ഞല്ലോ, അത് വേറെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇല്ല. ഇത് 2 നബിമാർ തമ്മിലുള്ള ഖാസ്സായ വിഷയം. അപ്പൊ മൗലവി ചോദിക്കുക, മക്കത്തിറങ്ങിയ ആയത്ത് എല്ലാവർക്കും ആമാന്നല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പൊ ഇതും എല്ലാവർക്കും ആമാക്കിക്കൂടെ? അത് പറ്റൂല. മക്കത്തിറങ്ങിയത് അല്ലാഹ് ഇറക്കിയതാ, അത് എല്ലാവർക്കും ഉള്ളതാ. ഇത് ഈസാ നബി പ്രവാചകൻ എന്ന് നിനക്ക് പറയുന്ന കാര്യമാണ്, അത് അവിടെ മാത്രം ഖാസാണ്. അതിന് കുറച്ച് ഉസൂല് തിരിയണം. അപ്പൊ ഈ ഒരു വിഷയം വെച്ചിട്ട് നബിയോട് തേടാൻ ഒരിക്കലും തെളിവ് കിട്ടുന്നില്ല. പിന്നെയോ ഈസാ നബി അവിടെ പോയി യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ മാത്രം ചെയ്യുന്നുള്ളൂ? അല്ലല്ലോ. അതിനു മുമ്പ് പന്നികളെ കൊല്ലും. എന്നാ ഞാൻ ഇറങ്ങിക്കോളിയും, പന്നികളെല്ലാവരും നിരത്തി കൊല്ലണം, എന്നിട്ട് ഖബറിങ്ങ പോണം. ഈസാ നബി ചെയ്യുന്ന പോലെ ചെയ്യാണല്ലോ. വയക്സുറു സലീബ്, ഈസാ നബി എത്തിക്കഴിഞ്ഞാൽ കുരിശ് തകർക്കും. അതൊന്നും ചെയ്തോളി. എന്നിട്ടാണ് യാ മുഹമ്മദ് എന്നുള്ള വിളി. അത് കഴിഞ്ഞിട്ടോ പിന്നെ മക്കത്തും മദീനത്തൊക്കെ പോയി ഹജ്ജും ഉംറയും നിർവഹിക്കും. അത് ചെയ്തോളി. എന്നിട്ട് ഈസാ നബി മരിക്കും. അന്നത്തെ വിശ്വാസികൾ മറവ് ചെയ്യും. സുദീർഘമായ ഹദീസാണ്. ഇത് വെച്ചിട്ട് എന്തിനാ തെളിവ്? ഫജുദിയാ റസൂലല്ലാഹി മിൻകാ ബിറഹ്മത്തിൻ ലിഅബ്ദിൻ നസീരിൻ ബിദ്ദുനൂബി മുസർബലു, പാപത്തിൽ നിറഞ്ഞു കിടക്കുന്ന ഞങ്ങൾ, ദുർബലരായ ഞങ്ങൾക്ക് പ്രവാചകരെ കരുണ കാണിക്കണേ. അതാ ഈസാ നബി പറഞ്ഞത്. ഒന്നുമില്ല, യാ മുഹമ്മദ് വിളിക്കും. അതാ നബിമാർ തമ്മിലുള്ള വിഷയമാണ് മുഅ്ജിസത്താന്ന് പറയാൻ കാരണം. പിന്നെ രണ്ടാമത്തെ തെളിവ് എന്താണ്? അബൂ ഹുറൈറ റസൂലിനോട് പറഞ്ഞു, റസൂലേ ഓർമ്മ ശക്തി ഇല്ല, കുറേ അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല ഇടക്കിടക്ക്. അപ്പോ ഈ ഹദീസ് സഹീഹാണ്. അബൂ ഹുറൈറയോട് പ്രവാചകൻ പറഞ്ഞു, ആ മുണ്ട് ഇങ്ങോട്ട് കാട്ട്. മുണ്ട് അവിടെ വെച്ചു കൊടുത്ത് റസൂൽ ഇങ്ങനെ കൈയോട് ഇങ്ങനെ എന്തോ കൂരിട്ടൊടുത്ത പോലെ ചെയ്തു. വേഗം അമർത്തി പിടിച്ചോ, മുറുക്കി പിടിച്ചോ, അടച്ചു പിടിച്ചോ, നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചോ എന്ന് പറഞ്ഞു. അബൂ ഹുറൈറ ചേർത്തി പിടിച്ചു. എന്നിട്ട് പറയാം അബൂ ഹുറൈറ, ഞാൻ പിന്നെ ഒന്നും മറന്നിട്ടില്ല. ഇതിപ്പോ എന്തിനാ തെളിവ്? റസൂലിനോട് പ്രാർത്ഥിക്കാനോ? അള്ളാന്റെ റസൂലെങ്ങാനും ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നാൽ ഞങ്ങൾക്കും കുറെ പറയാനുണ്ട്. വിസ്ഡവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഞങ്ങൾ പറയും. അബൂ ഹുറൈറയുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുള്ളപ്പോ അദ്ദേഹം അങ്ങനെ തന്നെയല്ലേ ചില കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ചില ആൾക്കാർ പറയില്ലേ, എന്താണോ ഭയങ്കര മറവിയാണ്, റസൂലിന് മോചിതത്തുണ്ട്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കൊണ്ടാന്ന് പറഞ്ഞു. അത് ഇപ്പൊ പ്രവാചകൻ മരിച്ചതിനു ശേഷം ചോദിക്കാനുള്ള തെളിവാ ആണോ? അബൂ ഹുറൈറ ഒരിക്കലെങ്കിലും പ്രവാചകന്റെ മരണശേഷം പിന്നെ ആവശ്യമെന്നപ്പോ ചോദിച്ചിട്ടുണ്ടോ? സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ടോ? അതാ ഞങ്ങളുടെ ചോദ്യം. ഇല്ല. അപ്പൊ ഇതൊന്നും അതിലെ തെളിവല്ല. ആയത്ത് കൊണ്ടുപോവാ, സ്വഹീഹായ ഹദീസുകളും കൊണ്ടുപോവാ. മൂപ്പര മൂന്നാമത്തെ തെളിവ് യാ ഇബാദല്ലാഹി അഈനൂനി,
ഇത് പറഞ്ഞാൽ അങ്ങളൊക്കെ പാടെ ജിന്നുമൊക്കെ ഇറങ്ങും, അപ്പൊ ആകെ കൂടി ഇങ്ങോട്ട് ആകും, അങ്ങനെ വിചാരിക്കണ്ട. യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹു അല്ലാത്ത മഹാത്മാക്കളോട് തേടാം നിങ്ങൾ തെളിവ് പറഞ്ഞു. ഞങ്ങൾ പറയുന്നു അത് തെളിവല്ല, കാരണം അതിൽ ദുആയില്ല. പിന്നെന്താ പ്രശ്നം? നിങ്ങൾ പറഞ്ഞു അഹ്മദ് ബിൻ ഹംബൽ ഇതാ മഹാത്മാക്കളെ വിളിച്ചു തേടി. ഇല്ല, കളവാണ്. അഹ്മദ് ബിൻ ഹംബൽ മഹാത്മാക്കളെ വിളിച്ചിട്ടില്ല, യാ ഇബാദല്ലാഹ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ പറയുന്നത് യാ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഔലിയാക്കന്മാരാണ്, മരണപ്പെട്ടു പോയ ഗായിബീങ്ങളായ ഔലിയാക്കന്മാരാണ്. അല്ല, അല്ലേ അല്ല, മറഞ്ഞവരല്ല. ആ ഹദീസിന്റെ ബാക്കി ഭാഗം എന്താണ്? ഫഇന്ന ലില്ലാഹി ഹാളിറാം, അല്ലാഹുക്ക് അവിടെ ചില ഹാളിറായ സൃഷ്ടികളുണ്ട്. ഇബാദൻ ലാ നറാഹും, നമ്മൾ കാണാത്ത സൃഷ്ടികളുണ്ട് എന്നാണ്. നമ്മൾ അങ്ങോട്ട് കാണാത്ത എന്നാൽ ഇങ്ങോട്ട് കാണുന്ന സൃഷ്ടികളുണ്ട്. അപ്പൊ അഹ്മദ് ബിൻ ഹംബല് മഹാത്മാക്കളെ വിളിച്ചു എന്ന് പറഞ്ഞ എന്താണ്? പച്ചക്കളവാണ്, അത് ശരിയല്ല. അഹ്മദ് ബിൻ ഹംബൽ അങ്ങനെ വിളിച്ചിട്ടുമില്ല, യാ ഇബാദല്ലാഹ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹുവിന്റെ ഔലിയാക്കളെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇനിയോ അപ്പം അങ്ങനെ വിളിച്ചോടെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞോടെ? പറ്റൂല, ഹദീസ് സ്വഹീഹല്ല. അപ്പൊ ഉസ്താദ് ഇവിടെ പറഞ്ഞു അത് മജ്മഉ സവാഹിദില് ഇമാം ഹൈസമി പിന്നെ റിജാലുഹു സിഖാത്ത് എന്ന് പറഞ്ഞിട്ടില്ലേ എന്നാണ്. ശരിയാണ്, തുഹഫത്തു സാകിരീനിൽ പറഞ്ഞിട്ടുണ്ട് വഖാലൽ ഹൈസമി റിജാലുഹു സിഖാത്തുൻ. ഒരു ഹദീസിന്റെ പരമ്പരയിലെ ആളുകളെ കുറിച്ച് റിജാലുഹു സിഖാത്ത് എന്ന് പറഞ്ഞാല് അത് ഹദീസ് സ്വഹീഹാകാനുള്ള ഒരു ഇഷാറ മാത്രമാണ്, ലാസിമല്ല. ഹദീസ് സ്വഹീഹാണ് എന്നതിന്റെ സൂചന മാത്രമാണ്. അത് റിജാലുഹു സിഖാത്തുൻ, അതിലെ ആളുകൾ പ്രബലന്മാരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഹദീസ് ഒരിക്കലും സ്വഹീഹായിക്കൊള്ളണമെന്നില്ല. കാരണം എന്താ? ആ ഹദീസിൽ മുർസലുണ്ടാകാം, ഇർസാല് വന്നിട്ടുണ്ടാകാം, മുഅല്ലലുണ്ടാകാം, സാധാരണക്കാരൻ ക്ഷമിക്കുക, മുൻകത്തി ഉണ്ടാകാം, സനദ് മുറിഞ്ഞിട്ടുണ്ടാകാം, ഇടയിൽ ആള് വിട്ടുപോയിട്ടുണ്ടാകാം, ഇതൊക്കെ സംഭവിക്കാം. അതിൽ പറയപ്പെട്ട ആളുകൾ സിഖാത്തുൻ സ്വഹീഹാണ് എന്നേ ഉള്ളൂ. എന്നാൽ ഹദീസിനെ കണ്ണി മുറിഞ്ഞിട്ടുണ്ടെങ്കിലോ അദ്ദേഹം അവിടെ മുർസല് വന്നു, മേപ്പെട്ടാണെങ്കിൽ വേറെ പ്രശ്നം വന്നു. അപ്പൊ ഇർസാലും ഇൻഖിതാവും മുഅല്ലലും ഒരു പരമ്പര ആകാൻ സാധ്യതയുണ്ട്. റിജാല് സിഖത്തായതുകൊണ്ട്, റിജാലുകൾ പ്രബലന്മാരായതുകൊണ്ട് ആ ഹദീസ് സ്വഹീഹാണെന്ന് പറയില്ല. എന്നാൽ സ്വഹീഹ് ആകാനുള്ള സാധ്യതകളിൽ ഒരു സാധ്യതയാണ് എന്ത്? റിജാല് സിഖാത്തി എന്നുള്ളത്. പക്ഷെ അവിടെ മുർസലും ആകാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഹദീസ് പൂർണ്ണമായ സ്വഹീഹാണെങ്കിൽ റിജാലു സിഖാത്തു എന്നല്ല പറയാ, ഹാദാ ഹദീസുൻ സ്വഹീഹുൻ എന്നാണ് പറയാ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ല. ഇരിഞ്ഞോ? അതുകൊണ്ട് യാ ഇബാദല്ലാഹ് എന്തല്ല, തെളിവല്ല. അടുത്തത് 14-ാം നൂറ്റാണ്ട് വരെയുള്ള എല്ലാവരും മഹാത്മാക്കൾ തേടിയിട്ടുണ്ട്. 14 നൂറ്റാണ്ട് വരെയുള്ള എല്ലാ ആളുകളുടെ പേരിലും കളവ്. തെളിയിച്ചോളി. നിങ്ങൾ അടുത്ത തവണ വരുമ്പോ ഇബ്നു ഉമർ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് ബിൻ മുൻകദിർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളെ മഹാത്മാക്കൾ എനിക്കറിയാം. നിങ്ങൾ ആരൊക്കെ എണ്ണി പറയും? 14 നൂറ്റാണ്ട് വരെ ആരെ എണ്ണി പറയും ഞങ്ങൾക്കറിയാം. ഈ എണ്ണി പറയുന്ന ഒരൊറ്റ ആളും അള്ളാഹു അല്ലാത്തോട് പ്രാർത്ഥിച്ചിട്ടില്ല. നിങ്ങൾ തെളിവ് കൊണ്ടുവന്നോളൂ, അപ്പൊ നമുക്ക് നോക്കാം. സഹോദരങ്ങളെ, വേണമെങ്കിൽ ശിർക്കിൽ രക്ഷപ്പെട്ടോളൂ. വേണമെങ്കിൽ അള്ളാഹ് എന്താ പറഞ്ഞെന്നറിയോ? വമൻ അളല്ല മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം കിട്ടാത്തവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ വലിയ വഴിപടച്ചവന് പറയില്ല. ലൈൻ അശ്റക്ത ലയഹബതന്ന അമലുക, നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങൾ കർമ്മെല്ലാം തകർന്നു പോകും. ശിർക്ക് ചെയ്തവന് സ്വർഗം നിഷിദ്ധമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ ശിർക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക. യാ അക്രമൽ ഖൽഖി മാ ലീ മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. ഖസീദത്തുൽ ബുർദ ഉണ്ടല്ലോ, മൂല്യർ ചോദിക്കുന്നുണ്ട്, എന്താ ബുർദക്ക് കുഴപ്പം, എന്താ ബൂസീരിക്ക് കുഴപ്പം? കുഴപ്പമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകരോട് അഭയം തേടുന്ന പ്രാർത്ഥനകൾ അതിലുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കണം. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ? മുജാഹിദീങ്ങൾ അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് പാദമുണ്ട്, അള്ളാഹ്ക്ക് കാലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇവര് അള്ളാഹുവിനും ഇവർക്ക് ശരിക്കുള്ള വിശ്വാസമല്ല, അള്ളാഹിനും കളിയാക്കുകയാണ്, അള്ളാഹിനും പരിഹസിക്കുകയാണ് എന്നാണ് നമ്മളെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? പ്രമാണം പഠിച്ചിട്ടില്ല. അതുകൊണ്ടാ സുഹൃത്തുക്കൾ പഠിക്കുക. അള്ളാഹ്ക്ക് കൈ ഉണ്ട്, നമ്മുടെ കൈ പോലെയല്ല. അള്ളാഹ്ക്ക് വിരലുണ്ട്, നമ്മുടെ വിരൽ പോലെയല്ല. അള്ളാഹ്ക്ക് കണ്ണുണ്ട്, നമ്മുടെ കണ്ണ് പോലെയല്ല. എന്നാൽ നമുക്ക് കണ്ണുണ്ട്, നമ്മുടെ കണ്ണ് അവയവമാണ്.
അള്ളാഹ്ക്ക് കണ്ണുണ്ട്, അള്ളാഹിന്റെ കണ്ണ് അവയവമല്ല. അള്ളാഹിന്റെ കണ്ണ് അള്ളാഹിന്റെ സിഫത്താണ്. നമ്മുടെ ബോഡി അത് ജിസ്മാണ്, ശരീരമാണ്. അള്ളാഹ്ക്ക് ബോഡിയില്ല, അള്ളാഹ്ക്ക് ജിസ്മില്ല, അള്ളാഹ്ക്ക് ദാത്ത് എന്നേ പറയാവൂ. അതെങ്ങനെയാ നമുക്കറിയില്ല. ഉപമപ്പെടുത്താൻ പാടില്ല, വ്യാഖ്യാനിക്കാൻ പാടില്ല. പക്ഷെ ഇതിനൊക്കെ നിഷേധിക്കുന്ന മുഅ്തസിലിയാക്കളുടെ ഖവാരിജികളുടെ വിശ്വാസമാണ് മുസ്ലിയാക്കന്മാരെ പഠിപ്പിക്കുന്നത്. കാരണം മുജാഹിദ് പ്രവർത്തകന്മാരെ അവരെ മോശമാക്കി പറയാൻ കണ്ടോ, മുജാഹിദിന്റെ അള്ളാഹ് കയറുന്ന അള്ളാഹ്, ഇറങ്ങുന്ന അള്ളാഹ്, ചന്തിയുള്ള അള്ളാഹ്, കുമ്പയുള്ള അള്ളാഹ്. ഇതൊക്കെ പല പ്രസംഗങ്ങളൊക്കെ എപ്പോഴും വേണമെങ്കിൽ കൊണ്ടുവരും. വയറുള്ള അള്ളാഹ്, കുടവയറുള്ള അള്ളാഹ്, ഇതൊക്കെ ഒരു പറയുന്ന വാക്കുകളാ. നമ്മൾ അള്ളാഹു തആല അർശിൽ ഉപവിഷ്ടനായെന്ന് പറഞ്ഞതിന്റെ പേരിലാണത്. അള്ളാഹുവിനെ ആകാശത്തിരുത്തി മുജാഹിദുകൾ. അള്ളാഹ് ഇരുന്നതാ, നമ്മളെന്ത് കേട്ടാനാ? അള്ളാഹ് അവിടെ ഇരുന്നു. അള്ളാഹിന്റെ കഴിവും അറിവ് ലോകത്തെല്ലാ ഭാഗത്തുമുണ്ട്. ഈ അഹ്ലു സുന്നയുടെ വിശ്വാസം പറയുമ്പോൾ കണ്ടോ, മുജാഹിദുകൾ അള്ളാഹിനെ മോശാക്കി. അള്ളാഹ്ക്ക് കൈയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ പോലെ കരുതണ്ട. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ അസ്സമീഉൽ ബസീർ. ഹൽ തഅലമു ലഹു സമീയാ വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സൂറത്തു ശൂറ, സൂറത്തു മറിയം, സൂറത്തുൽ ഇഖ്ലാസ് പല സ്ഥലങ്ങൾ പല രൂപത്തിൽ പറഞ്ഞു. അള്ളാഹ്ക്ക് പാദമുണ്ട്. അള്ളാഹിന്റെ പാദം നരകത്തിൽ വെക്കും, നരകം ചുരുങ്ങും ഉള്ള ആളുകളെ കൊണ്ട്. ഫതഖൂലു ബിഇസ്സതിക ഖദ് ഖദ് എന്ന് പറയുന്ന മതി റബ്ബേ, നരകം ചുരുങ്ങിയിട്ടുള്ള ആളുകളെ കൊണ്ട് മതി എന്ന് പറയും. അള്ളാഹിന്റെ പാദം വെക്കുമ്പോൾ എങ്ങനെയാ പാദം അറിയില്ല, ചോദിക്കാനും പാടില്ല, വ്യാഖ്യാനിക്കാനും പാടില്ല. എന്താ കാരണം? സ്വഹാബികൾ വ്യാഖ്യാനിച്ചിട്ടില്ല. അപ്പൊ ഏതാ ശരിയായ വിശ്വാസം? ഇതൊന്നും ഉണ്ടെന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്ന സമസ്തക്കാരുടെ വിശ്വാസമാണോ ശരി? അതോ ഇതെല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കണം, മുൻഗാമികൾ പറഞ്ഞ പോലെ വിശ്വസിക്കണം, വ്യാഖ്യാനിക്കാതെ, വിശദീകരിക്കാതെ, ന്യായീകരിക്കാതെ, ദുർവ്യാഖ്യാനിക്കാതെ, എതിർക്കാതെ ഉണ്ടെന്ന് പറഞ്ഞതിന് ഉണ്ടെന്ന് വിശ്വസിക്കണം. എങ്ങനെ എന്നുള്ള ചിന്ത പോലും പാടില്ല. അല്ല ഇറങ്ങും, എങ്ങനെ പാടില്ല, ഇറങ്ങും ബസ്, അതിനപ്പുറം പോകരുത്. അതാ അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം. അതാരങ്ങനെ പറഞ്ഞു ആ വിശ്വാസം കേട്ടോ? ഒന്ന്, ഇമാം അബുൽ ഹസൻ അൽ അശ്അരി പറയാണ്, ഖൗലുന അല്ലദീ നഖൂലു ബിഹി വദിയാനതുന അല്ലതീ നദീനു ബിഹാ അത്തമസ്സുകു ബികിതാബി റബ്ബിന അസ്സ വജല്ല. നമുക്ക് പറയാനുള്ളത് നമ്മുടെ വിശ്വാസം ഖുർആനിൽ വന്നതാണ്, വബിസുന്നത്തി നബിയിന റസൂൽ പഠിപ്പിച്ചതാണ്, വമാ റുവിയ അനിസ്സാദത്തി സ്വഹാബ സ്വഹാബത്തിൽ നിന്ന് വന്നതാണ്, വത്താബിഈന താബിഈങ്ങളിൽ നിന്ന് വന്നതാണ്, വഅയിമ്മത്തുൽ ഹദീസി ഹദീസിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് വന്നതാണ്, വനഹ്നു ബിദാലിക മുഅത്തസിമൂൻ ഞങ്ങൾ അതിൽ മുറുകെ പിടിക്കുന്നവരാ. ആര്? അബുൽ ഹസൻ അൽ അശ്അരി പറയാം. അതെന്തൊക്കെയാ കേട്ടോ? ഒന്ന്, വന്നല്ലാഹു ഇസ്തവ അലാ അർശിഹി, അല്ലാഹു അർശിൽ ഉപവിഷ്ടനാണ്. കമാ ഖാല റബ്ബ് പറയുന്ന പോലെ അർറഹ്മാനു അലൽ അർശി ഇസ്തവ ആയത്തിൽ ഉദ്ധരിക്കുകയാണ്. പിന്നെ വഅന്ന ലഹു സുബ്ഹാനഹു വജ്ഹൻ, അല്ലാഹുക്ക് മുഖമുണ്ട്, ബിലാ കൈഫിൻ രൂപമില്ല. കമാ ഖാല അല്ലാഹ് പറഞ്ഞ പോലെ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ആയത്തിൽ വജ്ഹ് മുഖം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് വഅന്ന ലഹു സുബ്ഹാനഹു യദൈനി, അല്ലാഹുക്ക് രണ്ട് കൈകളുണ്ട്, ബിലാ കൈഫിൻ എങ്ങനെയെന്നില്ല, എങ്ങനെയെന്നറിയില്ല. കമാ ഖാല അല്ലാഹ് പറഞ്ഞതുപോലെ ഖലഖതു ബിയദയ്യ ഞാൻ എൻ്റെ രണ്ട് കൈകൾ കൊണ്ട് സൃഷ്ടിച്ചു. ബൽ യദാഹു മബ്സൂതതാൻ റബ്ബിന്റെ രണ്ട് കൈകളും തുറന്നിടപ്പെട്ടതാണ്. അടുത്തത് വഅന്ന ലഹു ഐന അല്ലാഹുക്ക് കണ്ണുണ്ട്, ബിലാ കൈഫിൻ എങ്ങനെയെന്നറിയില്ല. കമാ ഖാല സുബ്ഹാന അല്ലാഹ് പറഞ്ഞതുപോലെ തജ്രീ ബിഅയുനിനാ നമ്മുടെ കൺമുമ്പിലൂടെ ഈ നൂഹ് നബിയുടെ കപ്പൽ സഞ്ചരിച്ചു. അടുത്തത് വഅന്നല്ലാഹ യലഹു സമാവാതി വൽ അർള അലാ ഇസ്ബഇൻ അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും ഒരു വിരൽ എടുക്കും. കമാ ജാഅത് റിവായത്തു അൻ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഗൈരി തകീഫ് രൂപപ്പെടുത്താതെ ഹദീസിൽ വന്നതുപോലെ ഞങ്ങൾ വിശ്വസിക്കും. ഇമാം അബുൽ ഹസൻ അൽ അശ്അരി പറയാണ്. അപ്പോ ഇമാം അബുൽ ഹസന്റെ വിശ്വാസം എന്താണെന്ന് മനസ്സിലായല്ലോ? ഇതൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കണം. എങ്ങനെ? ആ ചിന്ത പാടില്ല. ഇത് സമസ്തക്കാരെ നിങ്ങളോട് പറയാണ്, മദ്ഹബിനെ നമ്മൾ ഏതായാലും പറഞ്ഞ് അംഗീകരിക്കുമല്ലോ. ഓരോ മദ്ഹബിന്റെ ഇമാം എന്ന് പറയുന്നു കേട്ടോ. ഇമാം അബൂ ഹനീഫ പറയാണ് അൽ ഫിഖ്ഹുൽ അക്ബർ, പേജ് നമ്പർ 322 എന്ന് പറഞ്ഞാൽ 302. വലഹു യദുൻ, അല്ലാഹുക്ക് യദുണ്ട്, വവജ്ഹുൻ മുഖമുണ്ട്, വനഫ്സുൻ നഫ്സുണ്ട്. കമാ ദക്കറഹു അല്ലാഹു തആല ഫിൽ ഖുർആൻ അല്ലാഹ് ഖുർആൻ പറഞ്ഞ പോലെ. ഫമാ ദക്കറഹു അല്ലാഹു തആല ഫിൽ ഖുർആൻ മിൻ ദിക്രിൽ വജ്ഹി വൽ യദി വൻ നഫ്സി അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ വജ്ഹും നഫ്സും യദും എല്ലാം ഫഹുവ ലഹു സിഫാത്തുൻ റബ്ബിന്റെ സിഫാത്തുകളാ. വലാ ബിലാ കൈഫിൻ രൂപം പറയാൻ പാടില്ല. വലാ യുഖാലു പറയാൻ പാടില്ല. ഇന്ന യദഹു ഖുദറതുഹു അല്ലാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ കഴിവാണെന്ന് പറയരുത്. ഔ നിഅമതുഹു കൈയെന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണെന്ന് പറയരുത്. ലിഅന്ന ഫീഹി ഇബ്താലു സിഫ കാരണം അങ്ങനെ പറഞ്ഞാൽ റബ്ബിന്റെ കൈ എന്ന സിഫത്തിനെ നിഷേധിക്കല. വഹുവ ഖൗലു അഹ്ലുൽ ഖദ്രി അത് ഖദ്രിയാക്കളുടെ വാദമാ. വൽ ഇഅ്തിസാലി മുഅ്തസിലിയാക്കളുടെ വാദമാ.
ആ വാദം നിങ്ങൾ വെച്ച് നടക്കരുത്. മനസ്സിലായോ? ഇനി കേട്ടോ, സുഇലൽ ഇമാം അബൂ ഹനീഫ അൻ നുസൂലിൽ ഇലാഹി, അള്ളാഹിന്റെ ഇറക്കത്തെ കുറിച്ച്, അള്ളാഹു ഇറങ്ങുന്നതിനെ കുറിച്ച് ഇമാം അബൂ ഹനീഫയോട് ചോദിക്കപ്പെട്ടു. അപ്പോ ഫഖാല, ഇമാം അബൂ ഹനീഫ എന്താ പറഞ്ഞത്? യൻസിലു, ഇറങ്ങും, ബിലാ കൈഫിൻ, രൂപമില്ലാതെ. നമ്മൾ ഇറങ്ങുന്ന പോലെ എന്നല്ല. അതുകൊണ്ടാണ് ഇറങ്ങുന്ന അല്ലാഹ്, കയറുന്ന അല്ലാഹ്, അതേപോലെ കയറുന്ന അല്ലാഹ്, വയറുള്ള അല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാനുള്ള കാരണം അതാണ്. യൻസിലു ബിലാ കൈഫിൻ, രൂപമില്ലാതെ ഇറങ്ങും. ഇനി കേട്ടോ, ഖാലൽ മുല്ല അലി ഖാരി ഇഖ്താറഹു ഇമാമുൽ അഅലം ഐ അൽ അബൂ ഹനീഫ وكذا كل ما ورد من الآيات والأحاديث المتشابهات من ذكر اليد والوجه ونحوها من الصفات. അള്ളാഹുവിന്റെ വജ്ഹ് ഉൾക്കൊള്ളുന്ന, അള്ളാഹുവിന്റെ യദ് പറയുന്ന, അതേപോലെയുള്ള സിഫാത്തുകൾ പറയുന്ന ആയത്തുകൾ, ഫമആനി സിഫാത്ത് കുല്ലുഹാ മഅലൂമ, അർത്ഥം നമുക്കറിയാം. യദെന്ന് പറഞ്ഞാൽ കൈയാണ്, വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖമാണ്. വഅമ്മാ കൈഫിയതുഹാ, എന്നാൽ അതിന്റെ രൂപം ഫഗൈറു മഅഖൂല, അത് നമുക്കറിയുകയില്ല. അതുകൊണ്ട് ഫമൻ നഫാ ഹഖീഖത്തുൽ ഇസ്തിവാഇ, വല്ലവനും റബ്ബിന്റെ ഇസ്തിവാഇനെ നിഷേധിച്ചാൽ ഫഹുവ മുഅബ്തിലുൻ, അവൻ റബ്ബിന്റെ സിഫത്തിനെ നിഷേധിച്ചവനാ. ശറഹുണ്ട് കിതാബുകൾ, മിർഖാത്തുൽ മഫാത്തിഹ്, ശറഹു മിശ്കാത്തിൽ മസ്വാബിഹ്, 8-ാം വാള്യം 251-ാമത്തെ പേജ്, 251-ാമത്തെ പേജ്. ഇനി ഇമാം മാലിക് പറഞ്ഞതുണ്ട്, ഇമാം ഷാഫി പറഞ്ഞു കേട്ടോളൂ. അത് പറഞ്ഞെങ്കിൽ നമ്മൾ സ്വീകരിക്കണ്ടേ? സിഫാത്തിന്റെ വിഷയത്തിൽ കേട്ടോ, അൽ ഖൗലു ഫി സുന്നത്തി അല്ലതി അന അലൈഹാ, ഞാൻ നിലകൊള്ളുന്ന സുന്നത്തായ വിശ്വാസം, എന്റെ അഭിപ്രായം എന്താണ്? വറഅയ്തു അസ്ഹാബനാ അലൈഹി, നമ്മുടെ ആളുകളെ നാം കണ്ടിട്ടുള്ളതും അതിലാണ്. അതായത് അഹ്ലുൽ ഹദീസ് അല്ലദീ റഅയ്തുഹും വഅഖദതു അൻഹും മിസ്ല സുഫിയാൻ വമാലിക് വഗൈരിഹിമാ, സുഫിയാൻ സൗരിയെ പോലെയുള്ള, മാലിക് ബിൻ അനസ് ഇമാമു ദാറുൽ ഹിജ്റ, അദ്ദേഹത്തെ പോലെയുള്ള ആളുകളൊക്കെ സ്വീകരിച്ച വിശ്വാസം എന്താണ്? കേട്ടോ, വഅന്നല്ലാഹ തആല അലാ അർശിഹി ഫി സമാ, അല്ലാഹ് അർശിൽ ആകാശത്താണ്. യഖറുബു മിൻ ഖൽഖിഹി കൈഫ യശാ, ആകാശത്താണെങ്കിലും താൻ ഉദ്ദേശിക്കുന്ന പോലെ സൃഷ്ടികളിലേക്ക് അവൻ അടുക്കും. വഅന്നല്ലാഹ തആല യംസുലു ഇല സമാഇ ദുനിയാ, അല്ലാഹ് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. കൈഫ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ. ഇമാം ഷാഫി പറയാം. ഇനി കേട്ടോ, ഇമാം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഒക്കെ പഠിക്കണല്ലോ. ഷെയ്ഖിനെ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഷെയ്ഖിന്റെ പേരിൽ കോഴി അർത്ഥം ഇന്നാ പോരാ, ഇതൊക്കെ പഠിക്കണം. എന്താ ഷെയ്ഖിന്റെ വിശ്വാസം? കേട്ടോളൂ. ഷെയ്ഖ് പറയാണ്, വഹുവ ബിജിഹത്തിൽ ഉലുവി, അല്ലാഹ് മുകളിലാണ്, അലൽ അർശി, അർശിന്മേലാണ്, മുഹ്തവിൻ അലൽ മുൽക്കി, അധികാരം എല്ലാം ഏറ്റെടുത്തവനാണ്, മുഹീത്തുൻ ഇൽമുഹു ബിൽ അശിയാ, അവന്റെ ഇൽമ് എല്ലാറ്റിലും വ്യാപകമാണ്. അൽ ഗുനിയ, 1-ാം വാള്യം 71-ാമത്തെ പേജ്. ഇനി കേട്ടോ, അൽ ഹുനിയ 72-ാമത്തെ പേജ്. ലഹു യദാനി, അല്ലാഹ്ക്ക് 2 കൈകളുണ്ട്. വകിൽതാ യദൈഹി യമീനുൻ, 2 കൈകളും വലതാണ്. ഇനിയിപ്പോ അടുത്ത വരവിൽ ഇത് വന്നിങ്ങനെ കളിയാക്കും, അല്ലാഹ് വികലാംഗനായ അല്ലാഹ്. അത് പിന്നെ പറഞ്ഞിട്ടുണ്ട്. കൂട്ടരെ മനസ്സിലായിക്കോളി, 2 കൈയും വലതാന്ന് പറഞ്ഞാൽ 2 കൈയും വലത്തെ ഭാഗത്താണെന്നല്ല, അത് മനസ്സിലാക്കിയെടുത്ത് വന്ന പഴവാ. 2 കൈയും വലതാണെന്ന് പറഞ്ഞാൽ ഒരാൾ കൊടുക്ക വലത്തെ കൈ കൊണ്ടാ, വലത്തെ കൈ കൊണ്ട് ഇഷ്ടം പോലെ കൊടുക്കും. അപ്പൊ 2 കൈയും വലതാന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കൊടുക്കും എന്നർത്ഥം. അപ്പൊ അള്ളാഹിന്റെ സിഫത്തിനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഇത് വ്യാഖ്യാനിച്ചതല്ലേ? ഇത് വ്യാഖ്യാനല്ല. ഇവിടെ കയ്യിലല്ല വ്യാഖ്യാനിക്കുന്നത്, വലതിനെയാ വ്യാഖ്യാനിക്കുന്നത്. കിൽത്തായദഹി യമീനും, ഇത് എന്റെ വ്യാഖ്യാനമല്ല. ഫതുൽ ബാരി എടുത്തോ, നബിയുടെ ഷർഹുൽ, പിന്നെ ഇമാം നബിയുടെ ഷർഹു മുസ്ലിം എടുത്തോ, അഹ്ലുസ് സുന്നത്തിന്റെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു. അപ്പൊ അള്ളാഹിന്റെ 2 കൈയും വലത്താന്ന് പറഞ്ഞാൽ ഒരു പുറത്തേക്ക് തൂങ്ങിക്കുന്ന 2 കൈയെന്നല്ല, 2 ഭാഗത്തും വലത്ത്, 2 കൈയും വലത് ഭാഗത്തു നിന്നല്ല, 2 കൈയും വലത്ത് എന്നാണ്. 2 കൈയിന്റെയും ഉപയോഗം ഒരാൾ വലത്തെ കൈ കൊണ്ടുള്ള ഉപയോഗം പോലെ അള്ളാഹിന്റെ 2 കൈയും ഇഷ്ടം പോലെ കൊടുക്കും എന്നാണ്. ഞാൻ അതിനെ കളിയാക്കാൻ നിൽക്കണ്ട. ഇത് മുയ്യദ്ദീശ് പറഞ്ഞ ഞാൻ കളിയാക്കാണെങ്കിൽ അവിടെ പോയി ചോദിച്ചോളി, നിങ്ങൾക്ക് ചോദിച്ചാൽ കേൾക്കുമല്ലോ. വല്ലാതീലത്തൊന്നും വേറെ വേജാറും ഇല്ല. എന്നെ വിളിപ്പോർക്ക് ബായിക്കൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോ അവർ വിളിച്ചു നോക്കി കിട്ടുമെന്ന്. ഇനി ശൈഖ് പറയാം കേട്ടോ, അള്ളാഹുവിന്റെ സിഫത്ത് ഇസ്തിവ എന്ന സിഫത്ത് നമ്മൾ അംഗീകരിക്കണം. മിൻ ഗൈരി തഅ്വീൽ, വ്യാഖ്യാനിക്കാൻ പാടില്ല. അത് അർശിലുള്ള ദാത്ത് കൊണ്ടുള്ള ഇസ്തിവ ആണ്. മനസ്സിലായോ? ശൈഖ് വിശദീകരിക്കാം. ഇനി കുറെ ഉണ്ട് പറയാന്, ഞാൻ ഒന്നും കൂടി കേട്ടോ. വന്നഹു തആല യംസിലു ഫീ കുല്ലി ലൈലത്തിൻ, അല്ലാഹ് എല്ലാ രാത്രിയിലും ഇറങ്ങി വരും.
ഇലാ സമാഇ ദുനിയാ കൈഫ ശാഅ, അല്ലാഹു ഉദ്ദേശിക്കുന്ന പോലെ ഒന്നാം ആകാശത്തേക്ക് കമാ ശാഅ, അല്ലാഹു ഉദ്ദേശിക്കുന്നത് പോലെ എങ്ങനെ ഉദ്ദേശിച്ചു അങ്ങനെ വരും. ഫയഗ്ഫിറു ലിമൻ അദ്നബ വഖ്തഅ, പാപം ചെയ്തവർക്ക് തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കും. വഹവ അജ്റമ വഅസ്വ, ജുർമും ഇസ്യാനും തെറ്റും ചെയ്തവർക്ക് മാപ്പ് കൊടുക്കും. ലിമൻ യഖ്താറു മിൻ ഇബാദിഹി വയശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന അടിമകൾക്ക് തബാറകൽ അലിയുൽ അഅലാ, അവൻ ഉന്നതനാണ്. ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്നാ, അവൻ ഇലാഹാണ്, അവൻ അസ്മാഉൽ ഹുസ്നയുണ്ട്. ശൈഖ് പറയാ, എന്നിട്ടൊരു വാക്കുകൂടി ശൈഖ് പറയുന്നുണ്ട്. എന്താ? ലാ ബിമാനാ നുസൂലുർ റഹ്മ, ചില ഖുറാഫികൾ പറയാറുണ്ട് അത് റഹ്മത്ത് ഇറങ്ങലാണ്, അല്ലാഹ് ഇറങ്ങല്ല. ശൈഖ് പറയാ അല്ലാ, ലാ ബിമാനാ നുസൂലിർ റഹ്മ, റഹ്മത്ത് ഇറങ്ങാന്നല്ല അതിന്റെ അർത്ഥം. വസവാബിഹി, സവാബ് പ്രതിഫലം ഇറങ്ങുക എന്നുമല്ല അതിന്റെ അർത്ഥം. അലാമദ്ദഅതുൽ മുഅ്തസിലത്തു വൽ അശ്അരിയ, അശ്അരിയാക്കളും മുഅ്തസിലാക്കളുടെയും വാദം അതാണ്. അല്ലാഹ് ഇറങ്ങുന്നു പറഞ്ഞാൽ റഹ്മത്ത് ഇറങ്ങുന്നതാണ്, അല്ലാഹ് ഇറങ്ങുന്നു പറഞ്ഞാൽ പ്രതിഫലം ഇറങ്ങുമെന്നാണ്. അത് മുഅ്തസിലത്തിന്റെ വാദമാണ്. അല്ല, അല്ലാഹ് ഇറങ്ങുന്നു പറഞ്ഞാൽ അല്ലാഹ് ഇറങ്ങലാണ്. എങ്ങനെ? അത് ചോദ്യമല്ല, നമുക്കറിയില്ല, അല്ലാഹനെ ആരും കണ്ടിട്ടില്ല. കണ്ടോ, ഇത്ര വ്യക്തമായ വിഷയം മുജാഹിദീങ്ങൾ ഇങ്ങനെ. എന്നിട്ട് മുമ്പ് പറയാ, അപ്പം മുജാഹിദീങ്ങൾ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞു എന്നാ. ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞത് ഈ വ്യാഖ്യാനിക്കുന്ന വിശ്വാസമില്ല എന്നാ പറഞ്ഞത്, അല്ലാണ്ട് ഈ പറഞ്ഞ വിശ്വാസമില്ല എന്നല്ല, തെറ്റിദ്ധരിപ്പിക്കരുത്. ഇനി കേട്ടോ, ഇതൊക്കെ അറബിയാണ്, മനസ്സിലാവും കാരണം അർത്ഥം ഞാൻ പറഞ്ഞത്. ഇനി മലയാളത്തിൽ കുറച്ച് വായിക്കാം, സഹോദരന്മാരെ കുറച്ച് ക്ഷമിക്കണം, ഇത് ദീനിന്റെ വിഷയമായതുകൊണ്ടാ. മലയാളത്തിൽ പറഞ്ഞു കേട്ടോളൂ. ഇതാ 1, 8ാമത്തെ മൂലതത്വം, ഇഹ്യാ ഉലൂമുദ്ദീൻ 3-ാം വാള്യം പേജ് 104. 8ാമത്തെ മൂലതത്വം, അല്ലാഹു തആല ഉദ്ദേശിച്ച അർത്ഥത്തിൽ തന്റെ അർശിൽ ഇസ്തിവാ ചെയ്തവൻ, ബ്രാക്കറ്റിൽ ആസനസ്ഥനായവൻ. ഞങ്ങളും കൂടിയാണ് പറഞ്ഞിട്ടില്ല, ആസനസ്ഥനായവൻ. ഉണ്ടോ? അപ്പൊ എന്താ പറയണത്? ഞങ്ങൾ വിശ്വസിച്ചാൽ ഞങ്ങൾ പയച്ചു എന്നാ. ഇഹ്യാ ഉലൂമുദ്ദീൻ പരിഭാഷ നിങ്ങൾ ഇറക്കിയതാ. 2 കേട്ടോ, ആ ഇരിപ്പ് അവന്റെ മഹോന്നത പദവിക്ക് എതിരല്ല. മനസ്സിലായോ? 3 ഇനിയും കേട്ടോളൂ അടുത്തത്. എന്നാൽ പൂർവികന്മാരായ മഹാന്മാർ മുഫസ്സിറുകൾ അള്ളാഹുവിനോട് ചേരും വിധം അവൻ അർശിന്മേൽ ശരിയായി ഇരുന്നു എന്ന് അർത്ഥം ഇവിടെ നൽകിയിരിക്കുന്നു. ആ അർത്ഥം കൊടുത്തത് ആരാ? തഫ്സീറുൽ ജലാലൈൻ, അൽ ആറാഫ് 54, അർ-റഅദ് 2, ത്വാഹ 5, യൂനുസ് 3, അൽ ഫുർഖാൻ 59, അസ്-സജ്ദ 4, അൽ ഹദീദ് 4 എന്നീ ആയത്തുകളിലൊക്കെ ഇങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ അർത്ഥം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളെ മേക്കട്ടെ കുതിര കയറ്. സഖാഫി, നിങ്ങളുടെ കാര്യം കഷ്ടാണ്. ഈ വിശ്വാസങ്ങൾ നിഷേധിക്കാരന അള്ളാഹുവിന്റെ സിഫത്ത് നിഷേധിക്കാൻ തന്നെ അർത്ഥം. പിന്നെയോ, ഉദാഹരണത്തിന് ഓരോന്നിങ്ങനെ മാത്രം വായിച്ചു പോവുകയാണ്. ഇതാ അടുത്തൊന്ന് കേട്ടോളൂ. കാന്തപുർ ഉസ്താദ് പറയട്ടെ, അപ്പൊ ക്ലിയർ ആവുമല്ലോ. അഹ്ലു സുന്ന പറഞ്ഞു, സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുക എന്നാൽ അറിയാം, പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് ആ രൂപം അറിയില്ല. അക്കാര്യം നിഷേധിക്കുന്നത് കുഫ്റാണ്. കുഫ്റാണ് കേട്ടോ, നിഷേധിച്ച കുഫ്റാണ്, വിശ്വസിച്ച കുഫ്റാന്നല്ല. പിന്നെയോ, വിശ്വസിക്കൽ നിർബന്ധമാണ്. സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുക പോലുള്ളത് രൂപം അജ്ഞേയമുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള സംസാരം ബിദ്അത്താണ്. അനസ് ഇബ്നു മാലിക്കും ഇമാം ബുഖാരിയും ഒക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ വീക്ഷണം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ വിശ്വാസം ബുഖാരിന്റെ വീക്ഷണമാണ്, അനസ് ഇബ്നു മാലിക്കിന്റെ വീക്ഷണമാണ്. ആരെ പറഞ്ഞ്? കാന്തപുരം ഉസ്താദ് പറഞ്ഞു. അള്ളാഹിന്റെ അർശ് മാത്രമല്ല, അള്ളാഹ് ഇറങ്ങും. ഇവര് പറഞ്ഞിട്ടുണ്ട് അള്ളാഹ് ഇറങ്ങും. ഇതാ കേട്ടോളൂ, ഉദാഹരണത്തിന് വേണ്ടി ഒന്ന് കേൾക്കുക. അഹ്ലു സുന്ന ഈ വിഷയത്തിലും സുതാര്യമായ നിലപാട് സ്വീകരിക്കുന്നു. സിഫാത്ത് ഹഖാണ്, ഉള്ളതാണ്, നാം അത് വിശ്വസിക്കുന്നു. പക്ഷെ എങ്ങനെ എന്ന് അജ്ഞാതമാണ്. എന്നാൽ അള്ളാഹിന്റെ ഇറക്കത്തെ കുറിച്ച് പറയുകയാണെന്ത്? എല്ലാ രാത്രിയും അള്ളാഹു 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം നവവി പറയുന്നു എന്ന് പറഞ്ഞിട്ട് റിസാലക്കാരനെ എഴുതുക. നവവി പറയുന്നു എന്ന് റിസാല മാസിക 2014 ഇരട്ടത്ത് കാണാല്ലോ കേട്ടോ. 2004 ജൂൺ 25 ഇമാം നവവി പറയുന്നു. എന്താ പറഞ്ഞത് കേട്ടോ? ഈ ഹദീസ് അള്ളാഹുവിന്റെ സിഫാത്ത് പരാമർശിക്കുന്നവയിൽപ്പെട്ടതാണ്. ഇതിൽ പണ്ഡിതന്മാർക്ക് പ്രസിദ്ധമായ 2 നിലപാടുകളുണ്ട്. ഒന്ന് സലഫിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമാണ്. അത് ഇപ്രകാരമാണ്: ഈ സിഫത്തുകൾ അള്ളാഹുവിനോട് യോജിക്കുന്ന വിധത്തിൽ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കേണ്ടതാണ്. കേട്ടോ, നമുക്കിടയിൽ അറിയപ്പെടുന്ന അർത്ഥം അതിന് ഉദ്ദേശമല്ല. ഇതിന് വ്യാഖ്യാനം എന്ന നിലയിലൊന്നും പറയാതിരിക്കുക. സൃഷ്ടികളുടെ ഗുണങ്ങൾ ഒന്നും അള്ളാഹുവിന് വിശുദ്ധനാണെന്ന് വിശ്വസിക്കുക. അപ്പോ
അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ സിഫത്ത് ഉണ്ട്, അംഗീകരിക്കണം എന്നാ പറഞ്ഞു. അള്ളാഹുവിന്റെ അർശിലുള്ളതും അള്ളാഹ് ഇറങ്ങുന്നതും അള്ളാഹിന്റെ മുഖവും അള്ളാഹുവിന്റെ ഓരോ വിഷയങ്ങളും സമസ്ത അംഗീകരിക്കുന്നതിനെ കെട്ടാത്, ഇതിനപ്പുറം വേറെയും കെട്ടുണ്ട്, പിന്നെ വേണമെങ്കിൽ കൊണ്ടുവരാം. അപ്പൊ ഉപമ പറയാൻ പാടില്ല. അപ്പോ മുസ്ലിയാർ പറയാ, അല്ല നിങ്ങൾ പറഞ്ഞിട്ടില്ലേ കുട്ടി പന്തെറിയുന്ന പോലെ എറിയുമെന്ന്. ഉപരി പറഞ്ഞതാണത്. വിവരക്കേടിന്റെ അങ്ങേയറ്റ. അള്ളാഹുവിന്റെ സിഫത്തിനെ ഉപമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വക ഉപമിക്കരുത് എന്നാണ്. അള്ളാഹ് പറഞ്ഞ ഉപമ പറയാം, അത് അള്ളാഹ് പറഞ്ഞതാ. ഇയാളെ വിചാരത്തിൽ നമ്മൾ ഉണ്ടാക്കിയതാണ് കുട്ടി പന്തെറിയുന്ന പോലെ. കേട്ടോ, അനിബിൻ ഉമർ അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറഅ അലൽ മിംബരി വൽ അർള ജമീഅൻ ഖബലതുഹു യൗമൽ ഖിയാമ. പ്രവാചകൻ മിംബറിൽ വെച്ചുകൊണ്ട് ആയത്ത് ഇതിങ്ങനെ ഓതുകയാണ്. ഏത്? ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ഭൂമി എടുക്കുന്നൊക്കെ പറഞ്ഞ ആയത്ത്. വസ്സമാവാതു മതുവിയാതും ബിയമീനിഹി, ആകാശത്തെ വലതു കൈ കൊണ്ട് ചുരുട്ടിപ്പിടിക്കും. എന്നിട്ടോ റസൂൽ എന്താ ചെയ്തതെന്നറിയോ? കുട്ടി പന്തെറിയുന്ന പോലെ എറിയും. റസൂൽ ഇങ്ങനെ രൂപം കാണിച്ചു കൊടുക്കുക. അത് ഹദീസിൽ വന്ന രീതിയാണ്, നമ്മൾ ഉണ്ടാക്കിയ ഉപമയല്ല. നമ്മൾ ഉപമ പറയാൻ പാടില്ല എന്നാ പറഞ്ഞത്. പിന്നെ ഉപരി പറയാണ്, അള്ളാഹുവിന്റെ അർശിലുള്ള കുർസിയെ, അള്ളാഹു എന്ത് അർശിലുള്ള കുർസി? അർശിലൊരു കുർസിയൊന്നുമില്ല, അർശ് വേറെ കുർസി വേറെയാ. അർശ് പറഞ്ഞാൽ അത് ഉപവിഷ്ടനായതാ. കുർസി എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ പാദം വെക്കുന്ന ഭാഗമാണ്, അതാണ് കുർസി. അർശിലുള്ള കുർസി എന്ന് ഉപരി പറയണത് എവിടെ കിട്ടിയതാണോ അള്ളാഹു ആലം. ഉള്ള മുഴുവൻ വായിക്കൂലല്ലോ. ആ കുർസിനെ കുറിച്ചിട്ട് മൂപ്പര് പറയാണെന്ത് കണ്ടോ, മുജാഹിദീങ്ങള് അള്ളാഹിന്റെ കുർസിനെ പറ്റിയിട്ട് മരുഭൂമിയിലെ ഇരുമ്പ് വളയം പോലെ എന്ന് പറഞ്ഞു. ആ ഉപമ പറയലല്ലേ? ഇത് നമ്മൾ പറഞ്ഞല്ല. ഇയാളെന്താ ഒന്നും വായിച്ചിട്ടില്ലേ? ഇത് നമ്മൾ പറഞ്ഞല്ല, ഇബ്നു അബ്ബാസ് പറഞ്ഞതാ, പ്രവാചകന്റെ വിശദീകരണമാണ്. വേറെ ഹദീസിൽ യാ അബാദർ, അല്ലയോ അബൂദർ, മസ്സമാവാതു സബ്ഉ മഅൽ കുർസി ഇല്ലാ കഹൽഖത്തിൻ മുൽഖാത്തിൻ ബിഅർളി ഫലാത്ത്. കുർസിന്റെ വലിപ്പം പറയാ, നിങ്ങൾ പഠിച്ചോളി. പ്രപഞ്ചം മുഴുവൻ ഒരു വലിയൊരു മരുഭൂമി മനസ്സിൽ കണ്ടോളി. ആ മരുഭൂമിയുടെ നടുവിൽ ഒരു ചെറിയ വട്ടത്തിലുള്ള മോതിരം കൊണ്ടുപോയി വെച്ചാൽ ആ മോതിരമാണ് ആകാശം, ഭൂമി, നക്ഷത്രങ്ങൾ, പ്രപഞ്ചങ്ങൾ, കടലും എല്ലാം. ബാക്കിയുള്ള വിശാലമായ മരുഭൂമി എന്താണ്? അത് കുർസിയാണ്. അത്രത്തോളം വിശാലമാണ് അതാണ് കുർസി. അത് പഠിപ്പിക്കുകയാണ്. ഇത് ഞങ്ങൾ പറഞ്ഞല്ല, ഇരുമ്പിന്റെ വട്ടം പോലെ ഉപമ പറഞ്ഞില്ലേ എന്ന്. എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് വരും തങ്ങളെ. എന്നിട്ട് മതി ഞങ്ങളെ കുറിച്ച് കുതിര കയറാനും ആക്ഷേപിക്കാൻ. മൂപ്പരെ മേക്കിട്ട് ഞാൻ കയറുന്നില്ല, നമ്മുടെ വിഷയത്തിന് ഒരു കുറച്ചുകൂടി പറയാനുണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോ പിന്നെ മൂപ്പര് പറയാ, ഒരു ക്രിസ്ത്യാനി അച്ഛന്റെ ക്ലിപ്പുണ്ട്. എന്താ? എന്ന് നിങ്ങൾ പറയുന്ന പോലെ അക്ഷരാർത്ഥത്തിൽ അർത്ഥം വെച്ചാൽ ഈ എം അക്ബർ പറയുന്ന, അക്ബറിന്റെ സാഹിബിന്റെ കേട്ടാണത്. എം അക്ബർ പറയുന്ന ആ അള്ളാഹ് എല്ലാം നശിച്ച് കണ്ണും കാലും കയ്യും ശരീരമൊക്കെ പോയിട്ട് മുഖം മാത്രം ബാക്കിയാകുന്ന ഒരു അള്ളയല്ലേ ഇന്ന് നിങ്ങളുടെ ഇസ്ലാം പഠിപ്പിക്കുന്ന അള്ളാഹ്? ഞങ്ങളായി അള്ളാഹിൽ വിശ്വസിക്കുന്നില്ല എന്ന ഒരു അച്ഛന്റെ ക്ലിപ്പ്. എന്നിട്ട് മൗലവി പറയാ, ഇതിന് നിങ്ങൾ എങ്ങനെ മറുപടി പറയും? മറുപടി പറയും. ഉപരി വലിയ സങ്കടം, വലിയ വിശ്വാസം തന്നെയാണേ. ഞങ്ങൾ മറുപടി പറയും. അള്ളാഹുവിന്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫത്തിനെ നമ്മൾ ഒരാൾ നിഷേധിക്കാൻ പാടില്ല. അവിടെ വജ്ഹ് എന്ന വാക്കിന്റെ അർത്ഥം മുഖം എന്നാണെങ്കിലും ഉദ്ദേശം അള്ളയാണ്. അത് അറബി ഭാഷന്റെ പ്രയോഗമാണ്. കല്യാണത്തിന് വിളിച്ചു ഒരാളെ, നിങ്ങളൊന്ന് വരണട്ടോ, സമയമല്ലടോ, അല്ല നിങ്ങൾ ഒന്ന് വരും, തീരെ ഒഴിവില്ല, നിങ്ങളൊന്ന് മുഖം കാണിച്ചു പോകുന്നുണ്ടോ എന്ന് പറയും. അവന്റെ മോന്ത അവിടെ വെച്ച് വാക്കി കൊണ്ടുപോകുന്ന ആണോ? ഇല്ല, അതൊരു പ്രയോഗമാ ഭാഷയുടെ. ഇനി മലയാളത്തിൽ പോട്ടെ, മുസ്ലിയാരെ ബലാഗ പഠിച്ചിട്ടില്ലേ? അൽ മജാസുൽ മുർസൽ. അതെന്താ? കുല്ല് പറഞ്ഞ് ജുസു ഉദ്ദേശിക്കും, ജുസു പറഞ്ഞ് കുല്ല് ഉദ്ദേശിക്കും എന്ന് പറഞ്ഞാൽ കുറച്ച് പറഞ്ഞ് മുഴുവൻ ഉദ്ദേശിക്കും, മുഴുവൻ പറഞ്ഞ് കുറച്ച് ഉദ്ദേശിക്കും. ഇതൊക്കെ ഖുർആനിലെ ശൈലികളാ. വജഅലു അസാബിഅഹും ഫീ ആദാനിഹിം. നൂഹ് നബി ദഅവത്ത് നടത്തിയപ്പോൾ ആളുകൾ ചെവിയിൽ വിരലുകൾ തിരുകി. വിരൽ മൊത്തം തിരികെയോ? ഇല്ല, തുമ്പേ പോകുള്ളൂ. തുമ്പിന് അറബിയിൽ വേറെ വാക്കുണ്ട്, വിരൽ തുമ്പിന് അനാമിൽ. അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ബനാന ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ബലാ അൻനുസവിയ ബനാന, ബലാ ഖാദിരീന അലാ അൻനുസവിയ ബനാന. അതിന് അറബിയിൽ വാക്കുണ്ട്. എന്നിട്ടും ആ അള്ളാഹ് മുഴുവൻ വരലെന്ന പദം എന്തിനാ പറഞ്ഞത്? കുല്ല് പറഞ്ഞിട്ട് മുഴുവൻ പറഞ്ഞിട്ട് ജുസ് ഉദ്ദേശിച്ചു എന്നതുപോലെ ജുസ് പറഞ്ഞിട്ട് മുഴുവൻ ഉദ്ദേശിക്കും. ഇനി കേൾക്കണോ? തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ. അപ്പൊ അബൂലഹബിന്റെ കൈ ഇങ്ങനെ നരകത്തിലോട്ട് ഇങ്ങനെ കളിക്കുക. അബൂലഹബ് പുറത്തും ആണോ?
അബൂലഹബിന്റെ ഇരു കരങ്ങളും ആണ് അബൂലഹബിൻ അബീലഹബിൻ വതബ്, രണ്ട് കൈകളും നശിക്കട്ടെ. അപ്പൊ കൈ മാത്രം നരകത്തില്, ബാക്കിയൊക്കെ സ്വർഗത്തിൽ നിന്നാ. അറബി അറിയില്ല, ഞാൻ അങ്ങനെ പറയണില്ല, ഞങ്ങൾക്ക് അറിയില്ല, ആയിക്കോട്ടെ, സമ്മതിച്ചു. അപ്പൊ അച്ഛൻ ഓതിയിട്ട് ക്ലിപ്പിട്ടാല് ഇനി എന്താ പറയാന്ന് ചോദിച്ച് ബേജാറായിരിക്കല്ലേ, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക, അതിനൊന്ന് പഠിക്കുക. മർക്കസു സഖാഫത്തു സുന്നിയിലേക്ക് ഒന്നുകൂടി പോകും. ഇനി പോയിട്ട് കാര്യമൊന്നുമില്ല, ഇതൊക്കെ പഠിപ്പിക്കണത്. നമ്മൾ വേറെ കോളേജാണ് ജാമിയത്തുൽ ഹിന്ദുൽ ഇസ്ലാമിയ വേങ്ങര, അങ്ങോട്ട് വന്നാൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പഠിപ്പിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ വേഗം പറഞ്ഞു നിർത്തുകയാണ്. പിന്നെ അടുത്ത പരാതി എന്താ അറിയോ? ഖുതുബന്റെ ഭാഷ. നമ്മളൊക്കെ മലയാളത്തിലാണ് ഖുതുബ പറഞ്ഞത്, റസൂൽ അറബിയിലല്ലേ ഖുതുബ പറഞ്ഞത്, സുഹാബത്ത് അറബിയിലല്ലേ ഖുതുബ പറഞ്ഞത്. കേട്ടാ തോന്നുന്നു റസൂലും സുഹാബികളൊക്കെ ബാക്കിയൊക്കെ മലയാളത്തിലാണ് പറഞ്ഞിരുന്നത്. ബാക്കിയൊക്കെ മലയാളത്തിലായിരുന്നു ആണോ? കുട്ടിയെ ഖുതുബ എന്തിനാ? ദീന്